ഹായ് ഗെയ്സ്, അങ്ങനെ 2020 ലോകകപ്പിന് നാളെ തുടക്കമാകുകയാണ്. നമ്മളെല്ലാവരും ലോകകപ്പിലെ മത്സരങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയാണുള്ളത്. ഇത്തവണ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണല്ലോ ലോകകപ്പ് നടക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ആവേശവും വൈബുമൊക്കെ ഒരു പ്രത്യേക ലെവലാണല്ലോ. അത് കാരണം തന്നെ ഇന്ത്യൻ ആരാധകരെല്ലാം വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും പാകിസ്ഥാനും ശ്രീലങ്ക അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് തുടങ്ങി വമ്പൻ ടീമുകൾ തന്നെയാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. 4 ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള വമ്പൻ മത്സരങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ ഒരു ലോകകപ്പിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ലോകകപ്പ് ആരംഭിക്കും മുമ്പ് തന്നെ ചെറിയൊരു കല്ലുകടിയൊക്കെ ഉണ്ടായി. ചെറിയ വലിയ കല്ലുകടി എന്നതെല്ലാം നമുക്ക് പറയാം. നമുക്കറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബംഗ്ലാദേശ് താരമായ മുസ്തഫിർ റഹ്മാനെ KKR ടീമിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനെ തുടർന്നാണ് പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത്. ബംഗ്ലാദേശ് ടീം ഇന്ത്യൻ മണ്ണിൽ ലോകകപ്പ് കളിക്കില്ല എന്നും ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ കളിക്കാൻ മറ്റൊരു വേദി വേണമെന്നുള്ള ആവശ്യമൊക്കെ അവർ ICCയെ ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ ഒരു ആവശ്യമൊന്നും ICC അംഗീകരിച്ചില്ല. ഇന്ത്യയിൽ തന്നെ ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ നടക്കുമെന്നുള്ള നിലപാടൊക്കെയായിരുന്നു ICC എടുത്തത്. എന്നാൽ ബംഗ്ലാദേശിനെ ആ ഒരു നിലപാടിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വലിയ ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും അതൊക്കെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് ICCക്ക് ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടി എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2020 ലോകകപ്പിൽ നിന്നും ബംഗ്ലാദേശിനെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ബംഗ്ലാദേശ് ലോകകപ്പിൽ നിന്നും പുറത്തായപ്പോൾ നനയ്ക്കാത്ത നേരത്ത് പെട്ടെന്നൊരു വിളി വന്നതുപോലെ ലോട്ടറി അടിച്ചത് സ്കോട്ട്ലൻഡ് ടീമിനാണ്. കാരണം ബംഗ്ലാദേശിന് പകരമായി ഇത്തവണ ലോകകപ്പിൽ ഇടം കിട്ടിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിനാണ്. എന്നാലും പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. ബംഗ്ലാദേശിന് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത പ്രശ്നക്കാരായിട്ട് വന്ന പാകിസ്ഥാൻ ടീമാണ്. ഇന്ത്യക്കെതിരെയുള്ള ലോകകപ്പിലെ മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു നിലപാടിൽ അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാം വലിയ ആവശ്യത്തോടുകൂടി കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വലിയ സംശയമായിട്ട് നിൽക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി കൊളംബോയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരം നടക്കാൻ വേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തെ ബഹിഷ്കരിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു നിലപാടിൽ അവരിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അത് പാകിസ്ഥാൻ ടീം മാത്രമല്ല, പാകിസ്ഥാൻ്റെ സർക്കാരും കൂടിയാണ് ഈ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനായ സൽമാൻ അലി ആഹിയും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഈ ഒരു മത്സരമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ബഹിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ സെമി ഫൈനലിലോ ഇന്ത്യ എതിരാളികളായി എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ കളിക്കണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിനോട് അനുമതി ചോദിക്കും എന്നാണ് പാക് നായകൻ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാർ എന്താണോ പറയുന്നത് അപ്രകാരമായിരിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് തന്നെയാണ് പാക് നായകനും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം വളരെ അനിശ്ചിതമായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. മത്സരം നടക്കുമോ നടക്കാതിരിക്കുമോ എന്നൊക്കെ ഇനി നമുക്ക് ഫെബ്രുവരി 15-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഇതിൻ്റെ ഇടയിൽ വളരെ രസകരമായൊരു സംഭവം ഉണ്ടായത്, ഐസ്ലാൻഡ് ടീം പാകിസ്ഥാൻ ടീമിനെ ട്രോളിക്കൊണ്ട് വന്നതാണ്. കാരണം ഇന്ത്യക്കെതിരെയുള്ള മത്സരം ലോകകപ്പ് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പാകിസ്ഥാൻ ടീം ഉടനെ അറിയിക്കണം. അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കുടനെ ലോകകപ്പിൽ പങ്കെടുക്കാൻ വിമാനം കയറാൻ കഴിയുമെന്നൊക്കെയായിരുന്നു ഐസ്ലാൻഡ് ടീം പാകിസ്ഥാൻ ടീമിനെ ട്രോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോകകപ്പിന് ഈ ഒരു വലിയ കല്ലുകടിക്കിടയിലും ലോകകപ്പിൻ്റെ ആരവങ്ങൾക്ക് നാളെ ഇന്ത്യയിൽ തുടക്കമാകുകയാണ്. നാളെ 3 മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യ അമേരിക്കയാണ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ
നാളെ നേടാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത്തവണ വലിയ പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് സ്വന്തം നാട്ടിലാണ് മത്സരം നടക്കുന്നത്. അതിൻ്റെ ഒരു മുൻതൂക്കം ഇന്ത്യൻ ടീമിനുണ്ട്. കൂടാതെ ഇന്ത്യയുടെ 2020 ഫോർമാറ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ തന്നെയാണ് ഉള്ളത്. അതിനാൽ ഈ തവണ ഇന്ത്യ കിരീടം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത്. ഇന്ത്യയുടെ മുൻ താരങ്ങൾ MS ധോണി അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായമൊക്കെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇന്ത്യ ഇത്തവണ കിരീടം നേടാൻ ഏറെ പ്രതീക്ഷയുള്ള ടീം തന്നെയാണ്. എതിരാളികൾ ഏറെ ഭയപ്പെടുന്ന ടീം ഇന്ത്യയാണെന്ന് എന്നൊക്കെയാണ് MS ധോണി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ ക്രിക്കറ്റ് ആരാധകരെല്ലാം വലിയ ആവശ്യത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ താരങ്ങളുടെ മികച്ച ഫോമുമൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇത്തവണ കിരീടം ഉയർത്താൻ വലിയ സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ബാറ്റിംഗ് ഫോമിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ മറ്റു താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ്. എന്നാൽ മലയാളികളായ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നിരാശയുള്ളത് ഇന്ത്യയുടെ 2020 ലോകകപ്പിൽ കളിക്കുന്ന ടീമിലുള്ള മലയാളി താരമായ സഞ്ജു സാംസൻ്റെ ഫോമില്ലായ്മ തന്നെയാണ്. നാളത്തെ മത്സരത്തിൽ സഞ്ജു കളിക്കുമോ എന്നുള്ള കാര്യമൊക്കെ വലിയ സംശയമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കളിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ സെഞ്ചുറിയൊക്കെ അടിച്ച് മികച്ച ഫോമിൽ നിൽക്കുകയാണ്. അതിനാൽ നാളെ അമേരിക്കയ്ക്കെതിരെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് പുറത്തിരിക്കേണ്ടതായിട്ട് വരും. ഇഷാനായിരിക്കും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായും ഓപ്പണറായിട്ടും നാളത്തെ മത്സരത്തിൽ അഭിഷേക് ശർമ്മയോടുകൂടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇറങ്ങുക. എന്തായാലും സഞ്ജുവിന് ഈ ഒരു ലോകകപ്പിൽ ഏതെങ്കിലും ഒരു മത്സരം കളിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെതിരെ ലോകകപ്പിന് മുമ്പായിട്ട് നടന്ന പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ 5 അവസരം ലഭിച്ചിട്ടും ആ 5 അവസരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. ആ ഒരു സ്ഥിതി താരത്തെ ലോകകപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സഞ്ജുവിൻ്റെ കഴിവും ഒപ്പം തന്നെ സഞ്ജു നേടിയ റെക്കോർഡുകളൊക്കെ ഒരു വശത്ത് നിൽപ്പുണ്ടെങ്കിലും ഇപ്പം നിലവിൽ ഫോമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ലോകകപ്പ് പോലുള്ള വലിയൊരു വേദിയിൽ എങ്ങനെ സഞ്ജുവിനെ ഇറക്കും എന്നുള്ള കാര്യമാണ് ഇന്ത്യക്ക് വലിയ തലവേദനയായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യ സഞ്ജുവിനെ നാളത്തെ മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ലോകകപ്പിന് മുമ്പ് നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലെയിൻ 11 സഞ്ജുവിനെ ഉണ്ടായിരുന്നിട്ടും സഞ്ജുവിന് അവസരമൊന്നും ഇന്ത്യ നൽകിയില്ല. അതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. നാളത്തെ മത്സരത്തിൽ എന്തായാലും സഞ്ജു കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള സന്നാഹ മത്സരത്തിലെ ഇന്ത്യയുടെ ആ ഒരു നിലപാടിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു മത്സരത്തിൽ സഞ്ജു കളിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. എന്തായാലും നാളെ നടക്കുന്ന അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വിജയത്തോടെ ഒരു തുടക്കം കുറിക്കാൻ തന്നെയാണ് സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും നാളെ ഇറങ്ങുന്നത്. ആ ഇന്ത്യൻ ടീമിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി.